നമ്മുടെ കൃഷ്ണരാജ് വക്കീലിന് നല്ല ഭേഷായിട്ടൊരു സദ്യ കഴിച്ച് മോര് കുടിച്ച് ഏമ്പക്കം വിട്ട ഒരു നിർവൃതി കിട്ടിക്കാണും. കാരണം അതുപോലെ മനോഹരമായിട്ടാണ് നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തീർത്തങ്ങട് സത്യഭാമ ചേച്ചി കൊടുത്തത്. സംഭവം നിങ്ങൾ അറിഞ്ഞു കാണും. സത്യഭാമ ചേച്ചിയെ നിങ്ങൾക്കറിയായിരിക്കും. പണ്ട് നമ്മുടെ മണിയുടെ സഹോദരനെ ജാതി അധിക്ഷേപം നടത്തി എന്നൊക്കെ പറഞ്ഞ ആരോപണമുണ്ടായ സത്യഭാമ ചേച്ചി തന്നെ. ചേച്ചി ഒരു ആ പെരുന്നാൾ നോമ്പ് തുടങ്ങിയണം മുതൽ നോമ്പിന് ആശംസകൾ അർപ്പിച്ച് പോസ്റ്റ് ചെയ്തപ്പോൾ ചേച്ചിയുടെ ആ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആരൊക്കെയോ വളരെ മോശമായ രീതിയിൽ അതിന് മറുപടി പറയുകയും ആ സമയത്ത് അഖിൽ മാരാർ 2020 ചേർന്നപ്പോൾ നീ ചാണകത്തിൽ വീണല്ലോ മോനെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തു. അതിനെതിരെ ശശികല രംഗത്ത് വന്നപ്പോഴും ചേച്ചി നന്നായി മറുപടി പറഞ്ഞിരുന്നു. ഏതായാലും ആ മറുപടി കണ്ടാണ് എല്ലാവരെയും തൻ്റെ വാഗ്വിലാസം കൊണ്ടും ഏറ്റവും മോശമായ ഭാഷ കൊണ്ടും എത്രമേൽ അവഹേളിച്ച് സ്വന്തം പൈതൃകവും പാരമ്പര്യവും സ്വന്തം അവസ്ഥയും ബോധ്യപ്പെടുത്താമോ അതിൽ വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൃഷ്ണരാജ് കയറി പിടിച്ചത്. ഏത് കൃഷ്ണരാജെന്ന് ചോദിച്ചാൽ ചനാദനി കൃഷ്ണരാജ് കയറി പിടിച്ചിട്ട് അറിഞ്ഞോ, ജാതിക്കേഷിന് ശേഷം സത്യഭാമ അമ്മച്ചി പന്നിത്തീട്ടം കഴിച്ചു തുടങ്ങി. 916 മതേതരയായി തീർന്ന ഫീച്ചർക്ക് ഇനി വെച്ചടി കയറ്റമായിരിക്കും. അഭിനവ മാധവിക്കുട്ടി. സത്യത്തിൽ അഭിഭാഷകർക്കും നിയമവ്യവസ്ഥയ്ക്കും ഒക്കെ ഇതുപോലൊരുത്തനെ സഹിക്കേണ്ടി വരുന്ന ഗതികേടെ വല്ലാത്തൊരു ഗതികേടാണ്. ആ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഒക്കെ ഞാൻ ഓർക്കാറുണ്ട്. ഇയാളുടെയൊക്കെ കൂടെ ജീവിക്കുന്നു എന്ന് സമൂഹത്തിൽ പറയേണ്ടി വരുന്നത് തന്നെ എത്രയോ ലജ്ജാകരമായിരിക്കുമെന്ന്. ഏതായാലും ഈ സംഗതിക്ക് നമ്മുടെ സത്യഭാമ ചേച്ചി കൊടുത്തത് ഇങ്ങനെയാണ്. അതെന്താ വക്കീലേ, മരുമോനെ പറഞ്ഞപ്പോൾ സഹിച്ചില്ലേ നിനക്ക്? കേരളം ഈ നാട്ടിലെ ഒരു മറ്റേ മോനും സ്ത്രീധനം കിട്ടിയതല്ല. കാര്യം താൻ വലിയ സുപ്രീം കോർട്ട് വക്കീലൊക്കെ ആയിരിക്കും. അങ്ങനൊന്നുമില്ല. ഇത് വെറുതെ സത്യഭാമ ചേച്ചിക്ക് തോന്നുന്നതാ. പുള്ളി ഈ പേരും പറഞ്ഞ് എത്രയോ അമ്പലക്കാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം പലതും വാങ്ങിച്ചിട്ട് ആ കേസ് എങ്ങും എത്താതെ അവർ നടന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ചേച്ചി ഒന്ന് എഴുതിയിട്ട് നോക്കുക, ആളുകൾ അതിൻ്റെ അടിയിൽ വന്ന് പറയും. പക്ഷേ നിൻ്റെ ഈ പേടിപ്പിക്കൽ ഇത്തിരി ഇല്ലാത്ത പാവങ്ങളോട് മതി. നിനക്കൊരു തോന്നലുണ്ട് നീ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വക്കീൽ കുണാണ്ട്രു ആണെന്ന്. എന്ത് കുണാണ്ട്രു? അങ്ങനൊരു പദവിയുണ്ട്. നമ്മൾ സാധാരണ ബാരിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പദവി കേട്ടിട്ടുണ്ട്. സത്യഭാമ ചേച്ചി കൊടുത്ത പദവി കൊള്ളാം. കുണാണ്ട്രു കൃഷ്ണരാജ് കൊള്ളാം. നീ ഇട്ടിരിക്കുന്ന ഈ ചെന്നായിയുടെ കുപ്പായം ഈ നാട്ടിലെ ജനങ്ങൾ അഴിച്ചു വെപ്പിക്കും. ഇത്രയും പറഞ്ഞതിന് ഈ പ്രായത്തിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ അതിനുമുണ്ടൊരു അന്തസ്സ്. പിന്നെ നീ എഴുതിയ സാധനം നിൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യം പോലെ കൊടുക്ക്. നിനക്കാൾ മാറിപ്പോയി. സ്റ്റാർ 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 മോനെ. സത്യഭാമ ചേച്ചി എൻ്റെ നോമ്പ് പോയെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ വായിച്ചാൽ തന്നെ നോമ്പ് മുറിയും. എന്നാലും ഇതുപോലൊരു ജീവിക്ക് വേണ്ടിയാണല്ലോ ഇത് പറഞ്ഞതെന്ന് കേട്ടപ്പോൾ എൻ്റെ നോമ്പ് മുറിഞ്ഞാലും വേണ്ടിയില്ല, ഇത് വായിച്ചേക്കാമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെയൊന്നും ഒരു അഭിഭാഷകനെ വിളിച്ചു കളയരുത്. കുണാണ്ട്രു എന്നും സ്റ്റാർ മോൻ എന്നും ഒക്കെ കഷ്ടമാണ് കേട്ടോ. ഇനി മേലിൽ സത്യഭാമ ചേച്ചിയുടെ ഒരു വിഷയത്തിലും കൃഷ്ണരാജ് വക്കീൽ ഒരഭിപ്രായവും പറയാൻ വരത്തില്ല. പുള്ളി ഈ സാധാരണ പറഞ്ഞ് കുറേ പാവം ഹിന്ദുമത വിശ്വാസികളെ പറ്റിച്ച് എല്ലാ സ്ഥലത്തും കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാ, അത് പിടിച്ചു വാങ്ങിക്കാം, ഹൈവേക്ക് സ്റ്റേ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ പേര് പറഞ്ഞ് ഉപജീവനമാർഗം നടത്തുക. അല്ലാതെ കൊള്ളാവുന്ന വൃത്തിയുള്ള ഒരു കേസും കിട്ടിയിട്ടില്ല. ഏതാണ്ടൊരു കേസിന് പോയി കാശ് അങ്ങോട്ട് അടപ്പിച്ചിട്ടാണ് ഹൈക്കോടതി പുറത്തോട്ടിറക്കി വിട്ടത്. ഏതായാലും ഇതിപ്പോൾ ഒത്തിരുന്നു, നന്നായിരുന്നു. നല്ലൊരാഹാരം കഴിച്ച് അത് നോമ്പ് കാലവുമായി ഒരു സദ്യ കഴിക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു സന്തോഷമെങ്കിലും നമ്മുടെ കൃഷ്ണരാജിനുണ്ടാവും. നന്നായിരിക്കട്ടെ.